ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. കഴിഞ്ഞ 10 വർഷത്തിനിടെ ലോകത്തെ ഏറ്റവും വലിയ ദാരിദ്ര്യ നിർമ്മാർജ്ജന യജ്ഞം നടത്തി ഇന്ത്യയിലെ 250 ദശലക്ഷം ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരാക്കാൻ കഴിഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 1ഉം 2ഉം ഘട്ട പ്രചാരണം രാജ്യത്ത് ഊർജ്ജിതം. പ്രചരണാർത്ഥം പ്രധാനമന്ത്രി ഇന്ന് ഉത്തരാഖണ്ഡും രാജസ്ഥാനും സന്ദർശിക്കും. തിരഞ്ഞെടുപ്പ് ലഘുലേഖകൾ, പോസ്റ്ററുകൾ എന്നിവ അച്ചടിച്ച് പ്രസിദ്ധീകരിക്കുമ്പോൾ പ്രിന്റിംഗ് യൂണിറ്റിന്റെയും പ്രസാധകന്റെയും പേരുവിവരം കൃത്യമായി രേഖപ്പെടുത്തണമെന്ന് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. സംസ്ഥാനവും തിരഞ്ഞെടുപ്പ് ചൂടിൽ. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. 69 ഇന്ത്യൻ സർവകലാശാലകൾ ക്വാക്കരലി സൈമൺസ് ലോക റാങ്കിങ്ങിൽ ഇടം നേടി. ഏറ്റവും ഉയർന്ന റാങ്കുള്ള ഇന്ത്യൻ സർവകലാശാലയായി JNU. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസിനെ പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. ലോകോത്തര ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ ഇടമായി ആഗോളതലത്തിൽ ഇന്ത്യ പരിഗണിക്കപ്പെടുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിതരണ ശൃംഖല സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇന്ത്യ വിശ്വസ്തമായ ലക്ഷ്യസ്ഥാനമാണെന്ന് ഒരു US മാസികയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു. 11ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് 5ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയിലേക്ക് ഇന്ത്യ കുതിക്കുന്നത് ജനങ്ങൾ കണ്ടതാണ്. ഇനി 3ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറാനാണ് ശ്രമമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ബഹിരാകാശം, നിർമ്മിത ബുദ്ധി, ഹരിതോർജ്ജം, സെമി കണ്ടക്ടർ, മറ്റ് ഭാവി സാങ്കേതിക വിദ്യകൾ തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യ മുന്നേറുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കഴിഞ്ഞ 10 വർഷത്തിനിടെ ലോകത്തെ ഏറ്റവും വലിയ ദാരിദ്ര്യ നിർമ്മാർജ്ജന യജ്ഞം ഇന്ത്യ നടത്തുകയും 250 ദശലക്ഷം ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരാക്കുകയും ചെയ്തു. സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്ന മുദ്രാവാക്യവുമായാണ് കേന്ദ്ര സർക്കാർ പ്രവർത്തിച്ചതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 1ഉം 2ഉം ഘട്ടങ്ങൾക്കായുള്ള പ്രചാരണം രാജ്യത്ത് ഊർജ്ജിതമായി തുടരുന്നു. വിശദാംശങ്ങളിലേക്ക്. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ മുതിർന്ന നേതാക്കൾ രാജ്യത്തിന്റെ നിരവധി ഭാഗങ്ങളിൽ പൊതുയോഗങ്ങളിലും റോഡ് ഷോകളിലും പങ്കെടുക്കുകയാണ്. പ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നരേന്ദ്രമോദി ഇന്നലെ തമിഴ്നാട്ടിലും മഹാരാഷ്ട്രയിലും തിരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്തു. തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലും വെല്ലൂരിലും ഇന്നലെ നടന്ന സമ്മേളനങ്ങളെ അഭിസംബോധന ചെയ്യവേ കഴിഞ്ഞ 10 വർഷത്തിനിടെ NDA സർക്കാർ തമിഴ്നാടിന്റെ വികസനത്തിനായി ലക്ഷക്കണക്കിന് കോടി രൂപയാണ് നിക്ഷേപിച്ചതെന്ന് ശ്രീ മോദി പറഞ്ഞു. DMK അധ്യക്ഷനും മുഖ്യമന്ത്രിയുമായ MK സ്റ്റാലിൻ INDIA സഖ്യത്തിന്റെ പ്രചാരണത്തിനായി തേനി, ഡിണ്ടിഗൽ ജില്ലകളിൽ പൊതുയോഗങ്ങളെ അഭിസംബോധന ചെയ്തു. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2 ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു. ഒരു വശത്ത് എല്ലായ്പ്പോഴും ഇന്ത്യയെ ഒന്നിപ്പിച്ച കോൺഗ്രസ് ആണെന്നും മറുവശത്ത് എല്ലായ്പ്പോഴും ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നവരാണെന്നും സോഷ്യൽ മീഡിയ പോസ്റ്റിൽ അദ്ദേഹം അവകാശപ്പെട്ടു. മുസ്ലിം വ്യക്തി നിയമം പുനഃസ്ഥാപിക്കുന്നതിനെക്കുറിച്ച് വീണ്ടും സംസാരിക്കുന്ന കോൺഗ്രസ് പ്രീണന രാഷ്ട്രീയത്തിൽ ഏർപ്പെടുകയാണെന്ന് മുതിർന്ന BJP നേതാവ് അമിത് ഷാ ആരോപിച്ചു. ഗയ ജില്ലയിലെ ഗുരാരുവിൽ ഒരു പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു ശ്രീ ഷാ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. പ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നരേന്ദ്രമോദി ഇന്ന് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഉത്തരാഖണ്ഡിലെത്തും. ഡെറാഡൂണിലെ ഋഷികേശിലെത്തുന്ന അദ്ദേഹം തിരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യും. ടെഹ്രി, ഹരിദ്വാർ, പൌരി എന്നീ 3 ലോക്സഭാ മണ്ഡലങ്ങളിലെ BJPയുടെ പ്രചാരണത്തിനായാണ് പ്രധാനമന്ത്രി എത്തുന്നത്. ഉത്തരാഖണ്ഡിലെ 5 സീറ്റുകളിലേക്ക് ഈ മാസം 19-നാണ് വോട്ടെടുപ്പ്. രാജസ്ഥാനിലെ കരൌലിയിലെ തിരഞ്ഞെടുപ്പ് റാലിയിലും പ്രധാനമന്ത്രി ഇന്ന് പങ്കെടുക്കുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 3ആം ഘട്ട വോട്ടെടുപ്പിനുള്ള വിജ്ഞാപനം നാളെ പുറപ്പെടുവിക്കും. മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെയും ജമ്മുകശ്മീർ, ദാദർ നഗർ ഹവേലി, ദാമൻ ദിയു ഉൾപ്പെടെയുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 94 മണ്ഡലങ്ങളിലേക്കാണ് 3ആം ഘട്ടത്തിൽ വോട്ടെടുപ്പ്. രാജ്യത്തെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉത്തരവാദിത്വവും സുതാര്യതയും ഉറപ്പാക്കാൻ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ലഘുലേഖകളും മറ്റും അച്ചടിക്കുന്ന പ്രിന്റിംഗ് യൂണിറ്റുകളുടെയും പ്രസാധകരുടെയും വിവരങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തണമെന്ന് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം. പ്രിന്റിംഗ് യൂണിറ്റിന്റെയോ പ്രസാധകന്റെയോ പേരുവിവരം കൃത്യമായി വെളിപ്പെടുത്താതെ തിരഞ്ഞെടുപ്പ് ലഘുലേഖകൾ, പോസ്റ്ററുകൾ, പ്ലക്കാർഡുകൾ, ബാനറുകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് കാണിച്ച് നിവേദനങ്ങൾ ലഭിച്ചതിനെ തുടർന്നാണ് കമ്മീഷന്റെ നിർദ്ദേശം. പ്രിന്റിന്റെയും പ്രസാധകന്റെയും പേരും വിലാസവും കൃത്യമായി പ്രദർശിപ്പിക്കാതെ തിരഞ്ഞെടുപ്പ് ലഘുലേഖകൾ, പോസ്റ്ററുകൾ തുടങ്ങിയവ അച്ചടിക്കുന്നതും പ്രസിദ്ധീകരിക്കുന്നതും ജനപ്രാതിനിധ്യ നിയമമനുസരിച്ച് കുറ്റകരമാണ്.
പ്രസാധകരുടെ വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിലൂടെ തിരഞ്ഞെടുപ്പ് ചെലവുകൾ നിയന്ത്രിക്കുന്നതിനും പ്രചാരണ സാമഗ്രികളിലെ ഉള്ളടക്കം മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന് വിരുദ്ധമല്ലെന്ന് ഉറപ്പാക്കുന്നതിനും ഏതെങ്കിലും തരത്തിലുള്ള നിയമലംഘനം കണ്ടെത്തിയാൽ ഉത്തരവാദിത്തപ്പെട്ടവർക്കെതിരെ നടപടിയെടുക്കുന്നതിന് സഹായകരമാകുമെന്നും കമ്മീഷൻ അറിയിച്ചു. കേരളത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ. തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശ്വാസ്യതയെ തകർക്കുന്ന തരത്തിലുള്ള വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണം. മാധ്യമങ്ങളിൽ പെരുമാറ്റച്ചട്ടത്തിന് വിരുദ്ധമായ വാർത്തകൾ, പെയ്ഡ് ന്യൂസ് എന്നിവ കണ്ടെത്തിയാൽ നിയമാനുസൃതമായ നടപടികൾ സ്വീകരിക്കുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള 2 സ്ഥാനാർത്ഥികളുടെ പട്ടിക കൂടി കോൺഗ്രസ് പുറത്തുവിട്ടു. മഹാരാഷ്ട്രയിലെ ജാൽനയിൽ നിന്ന് ഡോക്ടർ കല്യാൺ കാലെയും ധുലെയിൽ നിന്ന് ശോഭ ദിനേശ് ബാജ്പേയും ജനവിധി തേടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പുതിയ പട്ടിക ബിജെപി പുറത്തിറക്കി. 9 സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് പാർട്ടി പുറത്തുവിട്ടത്. ബാലിയ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് രാജ്യസഭാ എംപി നീരജ് ശേഖർ, അലഹബാദിൽ നിന്ന് നീരജ് ത്രിപാഠി, മെയിൻപുരിയിൽ നിന്ന് ജയ്വീർ സിംഗ് ഠാക്കൂർ എന്നിവർ മത്സരിക്കും. സഞ്ജയ് ടാൻഡൻ ചണ്ഡിഗഡിൽ ബിജെപി സ്ഥാനാർത്ഥിയാകും. അസൻസോളിൽ നിന്ന് SS അഹ്ലൂവാലിയ മത്സരിക്കും. വോട്ട് രേഖപ്പെടുത്തിയ വിദ്യാർത്ഥികൾക്ക് പ്രവേശന പരീക്ഷകൾ എഴുതുന്നതിൽ യാതൊരു തടസ്സവും ഉണ്ടാകില്ലെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഇത് സംബന്ധിച്ച് സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്ത അടിസ്ഥാനരഹിതമാണ്. രാജ്യത്തെ ഏറ്റവും ചെറിയ ലോക്സഭാ നിയോജക മണ്ഡലമായ ലക്ഷദ്വീപിൽ ഈ മാസം 19-ന് വോട്ടെടുപ്പ് നടക്കും. വിവിധ മുന്നണികളിലെ സ്ഥാനാർത്ഥികൾ പ്രചാരണ രംഗത്ത് സജീവമാണ്. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട 10 രാജ്യസഭാംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു. ന്യൂഡൽഹിയിലെ പാർലമെന്റ് മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ബിജെപിയുടെ മായങ്ക് ഭായ് ജയ്ദേവ് ഭായ് നായിക്, ശിവസേനയുടെ മിലിംഗ് മുരളി ദേവ്ര, കോൺഗ്രസിന്റെ രേണുക ചൌധരി, സമാജ്വാദി പാർട്ടിയുടെ രാംജി ലാൽ സുമൻ, തൃണമൂൽ കോൺഗ്രസിന്റെ സാഗരിക ഘോഷ് എന്നിവരാണ് പുതിയ എംപിമാർ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കേരളത്തിൽ ഉയർന്ന ചൂട് തുടരുമെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. ഞായറാഴ്ച വരെ പാലക്കാട് ജില്ലയിൽ താപനില 41 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 69 ഇന്ത്യൻ സർവകലാശാലകൾ ക്വാക്കരലി സൈമൺസ് ലോക റാങ്കിങ്ങിൽ ഇടം നേടി. ഏറ്റവും ഉയർന്ന റാങ്കുള്ള ഇന്ത്യൻ സർവകലാശാലയായി ഡൽഹി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി തെരഞ്ഞെടുക്കപ്പെട്ടു. വിശദാംശങ്ങളിലേക്ക്. ലണ്ടൻ ആസ്ഥാനമായുള്ള ഉന്നത വിദ്യാഭ്യാസ അപഗ്രഥന സ്ഥാപനമായ ക്വാക്വരല്ലി സൈമൺസ് പുറത്തിറക്കിയ ലോക സർവകലാശാല റാങ്കിംഗ് പട്ടികയിൽ ജവഹർലാൽ നെഹ്റു സർവകലാശാല ഏറ്റവും ഉയർന്ന റാങ്കുള്ള ഇന്ത്യൻ സർവകലാശാലയായി. ഡെവലപ്മെന്റൽ സ്റ്റഡീസ് വിഭാഗത്തിൽ JNUവിന് 20ാം സ്ഥാനമാണുള്ളത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അഹമ്മദാബാദ് ബിസിനസ് മാനേജ്മെന്റ് പഠന മേഖലയിലെ ലോകത്തെ മികച്ച 25 സ്ഥാപനങ്ങളിലൊന്നായി. IIM ബാംഗ്ലൂരും കൊൽക്കത്തയും ആദ്യ 50 റാങ്കിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ആർട്സ്, ഹ്യൂമാനിറ്റീസ്, എഞ്ചിനീയറിംഗ് ടെക്നോളജി, ലൈഫ് സയൻസസ്, നാച്ചുറൽ സയൻസസ്, സോഷ്യൽ സയൻസസ് എന്നീ 5 മേഖലകളിലായി 1500-ലധികം സർവകലാശാലകളിലെ 16,400-ലധികം പാഠ്യവിഷയങ്ങളിലെ പ്രകടനവുമായി ബന്ധപ്പെട്ട് നടത്തിയ വിശകലനത്തിന്റെ അടിസ്ഥാനത്തിലാണ് റാങ്ക് പട്ടിക തയ്യാറാക്കിയത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസിനെ 3 വിക്കറ്റിന് പരാജയപ്പെടുത്തി. ജയ്പൂരിലെ സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിലായിരുന്നു മത്സരം. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയത്തിൽ രാത്രി 7:30-നാണ് മത്സരം. ഏഷ്യ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ വനിതാ സിംഗിൾസ് പ്രീ ക്വാർട്ടറിൽ ഇന്ത്യൻ താരം PV സിന്ധു ഇന്ന് ചൈനയുടെ 6ാം സീഡ് ഹാൻ യുവയെ നേരിടും. ലോക 33ാം നമ്പർ താരം മലേഷ്യയുടെ ഗോ ജിൻ വെയെ പരാജയപ്പെടുത്തിയാണ് സിന്ധു പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചത്. വനിതാ ഡബിൾസിൽ അശ്വിനി പൊന്നപ്പയും ഇന്ന് മത്സരിക്കാനിറങ്ങുന്നുണ്ട്. മേടമാസ പൂജകൾക്കും വിഷുപൂജകൾക്കുമായി ശബരിമല നട ഇന്നലെ തുറന്നു. ഇന്ന് പുലർച്ചെ പതിവ് പൂജകൾ ആരംഭിച്ചു. ഉത്തരേന്ത്യയിൽ ഇസ്ലാം മതവിശ്വാസികൾ ഇന്ന് ഈദ് ഉൽ ഫിത്തർ ആഘോഷിക്കുന്നു. വിവിധയിടങ്ങളിൽ നടക്കുന്ന ഈദ്ഗാഹുകളിലും പള്ളികളിലെ നമസ്കാരങ്ങളിലും വിശ്വാസികൾ പങ്കെടുക്കും. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയ പ്രമുഖർ ആശംസകൾ നേർന്നു. ദുബായിൽ ഈദ് ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന വെടിക്കെട്ട് ആകാശത്ത് ദൃശ്യവിസ്മയം ഒരുക്കി. ചെറിയ പെരുന്നാൾ ആഘോഷങ്ങൾക്കിടെ നിരവധി പേരാണ് ഈ കരിമരുന്ന് പ്രയോഗം കാണാൻ ഒത്തുകൂടിയത്. മുസ്ലിം പള്ളികളിൽ പെരുന്നാൾ നമസ്കാരവും നടന്നു. ലക്ഷദ്വീപ് കടലിൽ നേരിയ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 4.1 രേഖപ്പെടുത്തിയ ഭൂചലനം അർദ്ധരാത്രി 12:15-നാണ് അനുഭവപ്പെട്ടത്. ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം കവരത്തിയിൽ നിന്ന് 63 കിലോമീറ്റർ തെക്ക് ഭാഗത്തായാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. കഴിഞ്ഞ 10 വർഷത്തിനിടെ ലോകത്തെ ഏറ്റവും വലിയ ദാരിദ്ര്യ നിർമ്മാർജ്ജന യജ്ഞം നടത്തി ഇന്ത്യയിലെ 250 ദശലക്ഷം ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരാക്കാൻ കഴിഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 1ഉം 2ഉം ഘട്ട പ്രചാരണം രാജ്യത്ത് ഊർജിതം. പ്രചരണാർത്ഥം പ്രധാനമന്ത്രി ഇന്ന് ഉത്തരാഖണ്ഡും രാജസ്ഥാനും സന്ദർശിക്കും.
തിരഞ്ഞെടുപ്പ് ലഘുലേഖകൾ, പോസ്റ്ററുകൾ എന്നിവ അച്ചടിച്ച് പ്രസിദ്ധീകരിക്കുമ്പോൾ പ്രിന്റിംഗ് യൂണിറ്റിന്റെയും പ്രസാധകന്റെയും പേരുവിവരം കൃത്യമായി രേഖപ്പെടുത്തണമെന്ന് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. സംസ്ഥാനവും തിരഞ്ഞെടുപ്പ് ചൂടിൽ. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. 69 ഇന്ത്യൻ സർവകലാശാലകൾ ക്വക്കരലി സൈമൺസ് ലോക റാങ്കിങ്ങിൽ ഇടം നേടി. ഏറ്റവും ഉയർന്ന റാങ്കുള്ള ഇന്ത്യൻ സർവകലാശാലയായി JNU. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസിനെ പരാജയപ്പെടുത്തി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.